ഞാൻ വെറുതെ പറഞ്ഞതല്ലേ തമാശക്ക്. എടാ കള്ളാ, മാഷുമാരുടെ പിണക്കൊക്കെ തീർന്നോ? നമ്മളവൻ പിണങ്ങി കൂട്ടാ. ഏയ് അമ്മയ്ക്ക് തോന്നിയതാവും. അതായത് ശരിയെന്ന്. മാഷേ, ഞാൻ പോട്ടെ. ഞാനും വരുന്നില്ല ചോദിച്ചു. അപ്പനെങ്ങോട്ടാ? അപ്പം പിന്നെ വരാം. ഞങ്ങളോട് കഴിയാൻ അപ്പഴും പേടി. അതല്ല, ഇവിടെ വന്നപ്പോ എന്റെ മോള് തൻ്റെ ഉള്ള ഒരാളിന്റെ തണലാണെന്ന് കണ്ടപ്പോ സമാധാനം തോന്നി. ഞാൻ ഇനിയും വരും. വേളാങ്കണ്ണി പോയി കുറച്ച് ദിവസം വ്രതം ഇരിക്കണം. തിരുശേഷിപ്പിന്റെ തിരുനാളിന് ഗോവയിലും പോണോന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. അപ്പൊ ഞാനും ഉണ്ട്. ഇനി വരുമ്പോ അപ്പൂപ്പൻ മോനെ കൊണ്ടുപോയിക്കോളാം. തീർത്ഥയാത്ര മടുത്തു തോന്നുമ്പോ അപ്പൻ ഇങ്ങോട്ട് വരാം. ഉള്ളത് കൊണ്ട് നമുക്ക് കഴിയാം. അപ്പൂപ്പനൊരു ഉമ്മതാ മോനെ. അന്ന പക്ഷെ നമുക്കില്ലേ? ഞാൻ പിടിക്കോ? വരട്ടെ മോനെ. ശരി. കുട്ടൻ അപ്പൻ്റെ കൂടെ വരണോ? ഇല്ല. അപ്പൊ പപ്പടോടെ വാങ്ങിച്ചു തരാം. വേണ്ട. കപ്പലണ്ടി കൂടെ വാങ്ങിച്ചു തരാം. വേണ്ടന്നേ. പെപ്പർ മുട്ടായി വാങ്ങിച്ചു തരാം. വേണ്ട. ഇന്ന് കൊഞ്ചാലെ എടുത്തോണ്ട് വാടാതിനെ പിടിക്കേ. മാഷേ, നമ്മുടെ കുട്ടൻ എന്ത് പറ്റി? ആ മനുഷ്യൻ അയാളെ പിടിച്ചോണ്ട് പോയി. ആരെ? ലാസറ? എങ്ങോട്ട് കൊണ്ടുപോയി? അറിയില്ല. അയാളുടെ വീട്ടിലേക്കാവും. ഏതായാലും നേരം എടുക്കട്ടെ. എന്റെ മോൻ എന്നെ പിരിഞ്ഞ് ഇതുവരെ ഒരു രാത്രി പോലും നിന്നിട്ടില്ല. അവനിപ്പോ ധൈര്യമായിട്ട്. കുട്ടൻ ഒരു ആപത്തും വരില്ല. എന്തൊക്കെയായാലും അവന്റെ അപ്പനല്ലേ കൊണ്ടുപോയിരിക്കുന്നു. അപ്പൻ കണ്ണു ചോരില്ലാത്ത വർഗം എന്ത് ചെയ്യാനും മടിക്കില്ല. നോക്ക് മേരി, കുട്ടനില്ലാതെ എനിക്കും കഴിയാൻ പറ്റില്ല. അവനിപ്പോ എന്റെ മോനല്ലേ.
അപ്പോഴത്തെ വാശിക്ക് പിടിച്ചോണ്ട് വന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യ? ഈ ചെക്കനൊരു ശല്യമായി തീർന്നല്ലോ. നമ്മൾ രണ്ടുപേരും കൂടി ഈ ചെറുക്കനെ കാവലിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളി പോണ്ടേ, നിനക്ക് വണ്ടി കയറണ്ടേ? അതിപ്പോ താൻ പറഞ്ഞിട്ടല്ലേ ചെക്കനെ പിടിച്ചോണ്ട് വന്നത്. താൻ കുറച്ചു ദിവസത്തേക്ക് പള്ളി പോകണ്ടാടൂ. സൂക്കേടായി കിടക്കണം, അച്ഛനോട് പറഞ്ഞേക്കണം. കപ്പ്യാട് ദിവസവും പള്ളിയിൽ പോകണമെന്ന് നിയമം വല്ല ഉണ്ട്? ഏയ് കപ്പ്യാർക്ക് ചന്തയിലുള്ള പണി. എടാ, അവര് രണ്ടുപേരും കൂടി കരഞ്ഞ് പിഴിഞ്ഞ് ചെക്കനെ അന്വേഷിച്ച് നടക്കണത് ആലോചിക്കുമ്പോ ഒരു സുഖം. അവര് തേടി ഇവിടെ വരും. അപ്പൊ നമ്മൾ നമ്മുടെ തനി സ്വഭാവം കാണിക്കണം ലാസ്റൂട്ടോ. സംഗതി കൊള്ളാം. പക്ഷെ ചെക്കനിങ്ങനെ പൊത്തിപ്പിടിച്ച് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അതൊരു മെനക്കെട്ട പരിപാടിയല്ലേ? അവൾ എന്നോട് കാണിച്ച നെറികേട് ആലോചിക്കുമ്പോ കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല. അത് നിന്റെ സ്വഭാവത്തിനും എടുക്കൊണ്ടാ അവൾ അവന്റെ കൂടെ പോയത്. പിന്നെ മറ്റടുത്ത് വർത്താനം പറയരുത്. എനിക്ക് അപ്പി ഇടണം. ഓടാറുത്. എന്താ? എനിക്ക് അപ്പി ഇടണം. ഏയ് ഇനിയിപ്പോ എന്താ? എനിക്ക് അപ്പി ഇടണം. അപ്പിടാനുള്ളതല്ലേ, സുഖമായിട്ടിട്ടെ. ഏയ് എനിക്ക് അപ്പി ഇടണം. അതിന് താക്കോൽ കൂട്ടി ഞാൻ കയ്യിൽ വെച്ചിരിക്ക. പറമ്പിൽ പോയി അപ്പിട പട്ടി. ആ, ഒന്നും കൂടെ ഒഴിക്കട കാട്ട് കള്ള. ഇന്ന് എനിക്കൊന്ന് സുഖാവണം. ചെക്കൻ ചെക്കൻ പോണു. മോനെ നീ നിക്കടാ. താറാമുട്ട പുഴുങ്ങി തരാം. പറ്റിയ അപ്പനാണല്ലോ. ചെക്കൻ ഓട്ടോ ഓടണേ. നീ ഒന്ന് ഓടറാ. നീ എങ്ങനെ വണ്ടി ഓടിക്കുന്നേ? മോനെ നിക്കട കുട്ടാ. ഓടാനും പറ്റില്ലല്ലോ. പിടിക്ക്, പിടിക്കാൻ. അതെ പിടിക്ക്. നീ പിടിക്കും. ഈ ചെക്കൻ കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നു. അതിന് വല്ലതും തിന്നാൻ കൊടുക്ക, എന്നിട്ടല്ലേ? തിന്നടാ. എനിക്ക് വേണ്ട. തിന്നാൻ. എനിക്ക് വേണ്ട. പറഞ്ഞതനുസരിക്ക്. എനിക്ക് വേണ്ട. പട്ടിണി കിടന്ന് ചാകാനക്ക തിന്നൂല. കഴിവേറാ മോനെ, നീ തിന്നുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേട്ടവനെ നിന്നെ കൊള്ളു ഞാൻ. പറഞ്ഞനുസരിക്ക് തിന്നടാ. മതിയുടെ ലാസറെ, ചെക്കൻ ചത്തുപോകും. മനസ്സിലാക്കട്ടെ. ജയിലിൽ പോയി കിടക്കാൻ നിനക്ക് പേടിയില്ലെങ്കിൽ എനിക്ക് പേടിയില്ല. പണ്ടാറടങ്ങാൻ പറഞ്ഞ കേൾക്കണ്ടായി പിന്നെ ഞാനെന്താ ചെയ്യാ? അത് ശരിയാ, നിന്റെ അല്ലേ മോൻ, അതിന്റെ ഗുണം കാണിക്കാണ്ടിരിക്കും. തുടങ്ങിയ എന്റെ വെക്കിട്ട് കയറാൻ ഞാനെന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ. വീട്ടിൽ ആസറേ, നമ്മൾ തമ്മിൽ എന്തിനാ? എല്ലാ